വൈദികനാകുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ സെമിനാരിയിൽ ചേർന്ന ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപ കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ആ ഒരു ജീവിതത്തിൽ സംശയങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ ദൈവം എങ്ങനെയോ എന്നെ ആ വഴിയിലേക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ തിരിച്ച് ആ വഴിയിലേക്ക് എത്തിക്കുമായിരുന്നു. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുമാറ് പല രീതിയിലുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വൈദികനായപ്പോൾ എൻ്റെ ഒരു മോട്ടോയായിട്ട് ഞാൻ എടുത്തത്, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. നിശ്ചയിച്ചതിൽ നിന്ന് ഈ ഒരു കോൾ ഉണ്ടായപ്പോൾ, ഈ ഒരു അറിയിപ്പ് എന്നെ അറിയിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളായിരുന്നു. ഞാൻ അതിനർഹനാണോ? പരിമിതികളും കുറവുകളുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ, മറ്റുള്ളവരെയൊക്കെ പോലെ തന്നെ. ആ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഞാൻ ചെലവഴിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നത്, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു അവസ്ഥയിലും അതിനെ തരണം ചെയ്യുവാനായിട്ടും ധൈര്യസമേതം മുന്നോട്ട് പോകാനായിട്ടും എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ആ ഒരു മറുപടിയാണ് പിറ്റേ ദിവസം നുൻഷോനോട് ഞാനൊരു സാധാരണ ഒരു അച്ഛനാണ്, എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഈ പദവി ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പോടുകൂടി ഞാൻ പറഞ്ഞത്. അതിൽ ഞാനടങ്ങുന്ന ഈ കൊച്ചു രൂപതയിലെ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പും വിശ്വാസത്തിലുമാണ് ഞാൻ ആ മറുപടി മാർപ്പാപ്പയ്ക്ക് നൽകിയത്. നിങ്ങളോടും എനിക്ക് പറയുവാനായിട്ടുള്ളത് മാത്രം, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. എന്നാലും ദൈവകൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നല്ല കാര്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മുടെ ഒപ്പം സഞ്ചരിക്കും. ആ ദൈവാശ്രയ ബോധത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നത് മാത്രം.